പ്രതികരണം ലഭ്യമായിട്ടുണ്ട്. ഇപ്പോൾ നടക്കുന്ന സംഭവ വികാസങ്ങളുടെ ഒരു പശ്ചാത്തലത്തിൽ ആ പ്രതികരണത്തിലേക്ക് വളരെ പെട്ടെന്ന് പോകാം. അതിനൊക്കെ ഒരു നല്ല തീരുമാനം ഉണ്ടാവും. സ്വാഭാവികമായിട്ടും ഒന്നിൽ കൂടുതൽ ആളുകൾ വരുമ്പോൾ വളരെ നല്ല രീതിയിൽ ആർക്കും വേദനിക്കാത്ത രീതിയിൽ തീരുമാനം ഉണ്ടാവണ്ടേ. പക്ഷെ അതിനുവേണ്ടി ആയിരിക്കും ഇത്തിരി താമസം. വേദനിപ്പിക്കാത്ത രീതിയിലുള്ള തീരുമാനം. എനിക്ക് ഒരു വേദന ഒരിക്കലും ഉണ്ടായില്ല. തീരുമാനം RC-യിലേക്ക് വരുമോ? അന്ന് എനിക്കിപ്പോ പറയാൻ പറ്റുന്ന കാര്യമല്ല. അല്ല, അങ്ങനെ ആയിരിക്കണമല്ലോ വരേണ്ടത്. അങ്ങനെ വരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഒരാളെയും വേദനിപ്പിക്കാത്ത തീരുമാനം ഉണ്ടാകണം. സ്വാഭാവികമാണ് ഒന്നിൽ കൂടുതൽ ആളുകൾ വരിക എന്നുള്ളത്. 11-ാം ദിവസമൊന്നും ഇച്ചിരി കൂടിയ ദിവസമൊന്നും അല്ലെന്നേ. ഇതിനൊക്കെ മുമ്പ് ഇതിനേക്കാൾ ദിവസം വന്നിട്ട് CPM-ൽ എന്തടിയായിരുന്നു ആ സുശീല ഗോപാലിനും നമ്മുടെ നാനാരും തോമസും. അതുപോലെ എത്രയോ സമയങ്ങളിൽ ഇതൊന്നും സർവ്വസാധാരണമായ എല്ലാ പാർട്ടികളിലും ഉള്ളതാണ്. കാരണം മുഖ്യമന്ത്രി സ്ഥാനമാണ് അവർക്ക് പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം. അതിലേക്ക് വരുമ്പോൾ ഒന്നിൽ കൂടുതൽ ആളുകൾ അത് ഒരേ നിലയിൽ നിൽക്കുന്നവരെ 3 പേര് നിൽക്കുമ്പം സ്വാഭാവികമായിട്ടും ഹൈക്കമാൻഡിനും അതിൻ്റെതായ ഒരു താമസം ഉണ്ടാകും. എല്ലാവരുമായിട്ട് കൺസൾട്ട് ചെയ്ത് തീരുമാനമെടുക്കുമ്പോൾ തെറ്റുപറ്റാൻ പാടില്ലല്ലോ. നില ഒന്നല്ലല്ലോ, സീനിയോറിറ്റി അല്ലേ രമേശ് ജിയുടെ ഒരു പ്രധാനപ്പെട്ട. ഉറപ്പായിട്ടും രമേശ് ചെന്നിത്തല സീനിയറാണ്, രമേശ് ചെന്നിത്തല അർഹനാണ്. ഓരോരുത്തർക്കും അവരുടേതായ അർഹത അവരവർ പറയുന്നുണ്ട്. അപ്പം അതിനകത്തൊന്നും തെറ്റില്ല. പക്ഷെ ഹൈക്കമാൻഡ് അതിലൊരു തീരുമാനമെടുക്കണം. ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം. അതുകൊണ്ടാണ് ഇത്തിരി ഡിലേ വരുന്നത്. ഇന്നും നിയമസഭാ കക്ഷി ചിലപ്പോൾ മാറ്റിവെക്കും എന്നൊരു വിവരം കൂടി ഉണ്ട്. മാറ്റിവെക്കുമെന്നൊന്നും ഇതുവരെ എനിക്ക് തോന്നിയിട്ടില്ല. ചിലപ്പോൾ 1-2 മണിക്കൂർ ചിലപ്പോൾ മാറ്റിയെന്നിരിക്കാം. പക്ഷെ അവർക്ക് വരാൻ താമസിച്ചാൽ അത്രയേ ഉള്ളൂ. അതിനപ്പുറത്ത് വേറെ ഒന്നും സംഭവിക്കില്ല. പ്രതീക്ഷകൾ ഏറുകയാണ്. ഇന്ന് 12 മണിക്ക് പ്രഖ്യാപനം വരാൻ പോകുന്നു.